ഭൂതത്താൻകെട്ടിൽ ബോട്ട് സർവീസിന് അനുമതി നൽകാത്തതിൽ CPM പ്രതിഷേധിച്ചു. ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നടപടിക്കെതിരെ ധർണ നടത്തി. ബോട്ട് സർവീസ് ഇല്ലാത്തതിനാൽ സഞ്ചാരികളുടെ വരവ് കുറഞ്ഞെന്ന് CPM വ്യക്തമാക്കി. ഭൂതത്താൻകെട്ട് പെരിയാർ വാലി ഓഫീസിന് മുമ്പിൽ CPM പിണ്ടിമന ലോക്കൽ കമ്മിറ്റിയാണ് ധർണ സംഘടിപ്പിച്ചത്. ഭൂതത്താൻകെട്ട് ടൂറിസ്റ്റ് കേന്ദ്രത്തിലെ ബോട്ട് സർവീസ് സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ടതായിരുന്നു. സീസൺ തുടങ്ങി മാസങ്ങൾ പിന്നിട്ടിട്ടും ബോട്ട് സർവീസ് ആരംഭിച്ചിട്ടില്ല. ബോട്ട് സർവീസ് നടത്തുവാൻ ജലസേചന വകുപ്പ് അനുമതി നൽകാത്തതാണ് കാരണം. ഉന്നത ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് ഇതെന്ന് CPM ആരോപിക്കുന്നു. ഭൂതത്താൻകെട്ടിലേക്ക് സഞ്ചാരികളുടെ വരവ് കുറഞ്ഞിരിക്കുകയാണ്. ബോട്ട് ഉടമകളും തൊഴിലാളികളും കച്ചവടക്കാരുമെല്ലാം ഇതുമൂലം പ്രയാസത്തിലാണ്. ഇക്കാര്യങ്ങൾ ഉന്നയിച്ചാണ് CPM സമരം നടത്തിയത്. ഏരിയ സെക്രട്ടറി KA ജോയി ധർണ ഉദ്ഘാടനം ചെയ്തു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് പരിശോധിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ബോട്ട് ഉടമകളിൽ നിന്ന് അതിന്റെ ഫീസ് അല്ലേ, ഇതിനൊരു ഉത്തരവാദിത്തം വേണം. എന്നാൽ ഫീസ് മേടിക്കുമ്പോൾ പറയണ്ടേ നിങ്ങൾ ഈ ബോട്ട് സവാരി ഒന്നും ഇനി മേലിടാൻ നടക്കില്ല. ഇനി എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ടൂറിസം വകുപ്പിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വത്തെ അറിയിക്കേണ്ട ബാധ്യതയുണ്ട്. ഇറിഗേഷനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നേതൃത്വം കൊടുക്കുന്നവരുടെ സത്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. ഈ ബോട്ട് ജീവിതമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുറെ ജീവിതങ്ങളുണ്ട്, അതുകൂടി ബന്ധപ്പെടണം സാർ. എവിടെയാണ് അതിന്റെ തകരാറുള്ളത് സമഗ്രമായിട്ട് വിലയിരുത്തിയിട്ട് ഇതുങ്ങൾക്കുള്ള അവസരം നിഷേധിക്കുന്നത്. ലോക്കൽ സെക്രട്ടറി TC മാത്യു, ബിജു P നായർ, SM അലിയാർ, സിജി ആൻമി, CK ഷൈജൻ, ജെയ്സൺ ബേബി തുടങ്ങിയവർ പ്രസംഗിച്ചു. എത്രയും വേഗം ബോട്ട് സർവീസിന് അനുമതി നൽകിയില്ലെങ്കിൽ കൂടുതൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. GTV ന്യൂസ് കോതമംഗലം.